കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഏത് സമയത്തും ഓടി വന്ന് അഭയം പ്രാപിക്കാൻ ഉറപ്പുള്ള പാറയും നമ്മുടെ ശൈലവും സങ്കേതവുമായിരിക്കയാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സഹോദരങ്ങളെ, ചില രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു. അവർ കുനിഞ്ഞ് വീണുപോയി, എന്നാൽ നമ്മൾ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുന്നു. തൻ്റെ അഭിഷക്തനെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ കരം കുറുതായി പോയിട്ടില്ല, ആ ചെവി മന്ദമായി പോയിട്ടില്ല. അവിടുത്തെ പ്രവൃത്തികൾ അത്യുത്തമമാണ്. നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് അവിടുത്തെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ധൈര്യത്തോടെ നമുക്ക് കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് അടുത്തിയെന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശമാണ് അവിടെ നൽകിയിരിക്കുന്നത്. ധൈര്യത്തോടെ ചെല്ലാൻ നമ്മൾ മക്കളാണ്. ആ അവകാശം നമുക്കുണ്ട്. വീരത്വത്തിൻ്റെ ആത്മാവിനെ അല്ല നാം പ്രാപിച്ചതെന്ന് ഓർക്കണം. ഏത് സമയത്തും നമുക്ക് കരുത്തുണ്ടാകണം, ബലമുണ്ടാവണം. ധൈര്യം ചോർന്നു പോകരുത്. നമ്മുടെ ഉള്ളിൽ ബലം നൽകി നമ്മെ ധൈര്യപ്പെടുത്തുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ധൈര്യത്തോടെ പറയണം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പ്രതികൂലങ്ങളും പീഡകളും ശക്തമായി ക്രിസ്തീയ മാർഗത്തിനെതിരെ വന്നപ്പോൾ എബ്രായ ലേഖനകർത്താവ് പറയുന്ന പ്രസ്താവന, ജനം ആ മാർഗത്തിലേക്ക് വന്നവർ പിന്തിരിഞ്ഞു പോകാൻ ശ്രമിച്ചപ്പോൾ അവരെ ഉറപ്പിക്കുന്ന ലേഖനമാണ് എബ്രായ ലേഖനം. അതിനകത്ത് അവരോട് പറയുകയാണ്, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം നിങ്ങൾ തള്ളിക്കളയരുത്. മഹാപ്രതിഫലമുണ്ട്, അത് ധൈര്യത്തോടെ നിൽക്കണം, തള്ളിക്കളയരുത്. പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, നാശത്തിലേക്ക് പിന്മാറുവാൻ നിങ്ങൾ തയ്യാറാകരുത്. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കാൻ തയ്യാറാകണമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ 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 ജീവിക്കുമെന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്യാൻ നമുക്കിടയാവണം. എല്ലാ കാലഘട്ടത്തിലും വിശ്വാസത്താൽ, അഭിഷേകത്താൽ, പ്രാർത്ഥനയോടെ, ആത്മീയ കരുത്തോടെ സകലത്തെയും ജയിക്കാൻ നമുക്കിടയാവണം. സാഹചര്യത്തിനനുസരിച്ച് വിശ്വാസത്തിനകത്ത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകരുത്. സഹോദരങ്ങളെ, വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി, വിശ്വാസത്തിനകത്ത് വീര്യമുണ്ടാവണം, സ്ട്രോങ് വിശ്വാസമാകണം. എന്നാൽ പലപ്പോഴും നമ്മൾ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് പതറിപ്പോകുന്നില്ലേ? എങ്ങനെ നിൽക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, ഒറ്റപ്പെടലുകൾ ഉണ്ടാകുമ്പോൾ, കുറ്റപ്പെടുത്തി മാറ്റി നിർത്തുമ്പോൾ, യോസഫേ, നിനക്കൊരു ടൈമുണ്ട്. നിന്റെ ദർശനം സമാപ്തിയിലേക്ക് വരുന്ന ടൈമിൽ നിന്നെ കുറ്റം പറഞ്ഞവരും മാറ്റി നിർത്തിയവരും, നിന്റെ ദർശനം നടക്കുന്നത് കാണട്ടെ എന്ന് പറഞ്ഞവരും, നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിച്ച, നിന്നെ നടത്തിയ, നിന്റെ ദർശനം സമാപ്തിയിലേക്ക് കൊണ്ടുവന്ന, സഫലീകരിച്ച ദൈവത്തിൻ്റെ മഹത്വം അവർ കാണും. പ്രൈസ് ദി ലോർഡ്. അതേ സങ്കടദേശത്ത് ദൈവം നിന്നെ വർദ്ധിപ്പിക്കും, ദൈവം നിന്നെ ഉദ്ധരിക്കും, ദൈവം നിന്നെ പണിയും. എത്ര പേർ ഇന്ന് പകൽ ഈ ദൂതേറ്റെടുത്ത് സ്തോത്രം ചെയ്യും? ഇപ്പോൾ അനുഭവിക്കുന്ന ചില വിഷമങ്ങൾ ആരോടും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തതാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ.
കരുത്തനായവൻ, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുന്നവൻ, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ കരുണ തോന്നുന്നവൻ നിങ്ങളുടെ കൂടെ എല്ലാ കാലത്തും ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ. പുറപ്പാട് പുസ്തകം 15:1 വളരെ സുപരിതമാണ്. മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയത്. ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും, അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേലിരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. മോശയും ഇസ്രായേൽ മക്കളും അന്ന് പാട്ടുപാടി. എന്നാൽ പാട്ട് പാടുന്നതിന് മുമ്പ് പിറുപിറുത്ത ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് തകർക്കാൻ പോകുന്നത്? ഇവിടെ ഞങ്ങൾ തീർന്നു പോകും. പിൻപിൽ ഫറവോന്റെ വ്യാപാരം വെല്ലുവിളിച്ചു നിൽക്കുന്നു. മുൻപിൽ ആർക്കും വഴിമാറാത്ത ചെങ്കടൽ. ഇവിടെ നിലവിളിച്ചും ഭയപ്പെട്ടും വേദനിച്ചും സങ്കടപ്പെട്ടും ദൈവിക പ്രവൃത്തിയെ ചോദ്യം ചെയ്ത് നിന്ന ജനമാണ് പാട്ടുപാടിയത്. അവിശ്വസിച്ചു പോയ ജനം പാട്ടുപാടി. പ്രിയരെ, ഇന്നു പകൽ ആത്മശക്തിയോടെ വിളിച്ചു പറയാൻ എനിക്ക് നിയോഗമുണ്ട്. ജീവിതത്തിൽ വരുന്ന ചില വെല്ലുവിളികളും ചില തിരകളും ചില ആക്രോശങ്ങളും കണ്ട് സംശയിച്ച് അവിശ്വസിച്ച് പിറുപിറുത്തിവിടെ തീരുമെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, ഇല്ല, നിങ്ങൾക്ക് പാട്ടുപാടാൻ, നിങ്ങൾക്ക് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പറ്റി ഘോഷിക്കാൻ, നിങ്ങളെ ഇറക്കിക്കൊണ്ടുവന്നവൻ ആരാന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ, പകുതി വഴി കിട്ടച്ചു പോകുന്നവനെ അല്ല നിങ്ങൾ വിളിച്ചതെന്ന് ബോധ്യപ്പെടുത്താൻ എൻ്റെ ദൈവം ഇന്നും പകലും അത്ഭുതം ചെയ്യും. എന്തുകൊണ്ടാണ് ഇവർ പാട്ടുപാടിയത്? അതിന് തൊട്ട് മുമ്പത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. യഹോവ മിസ്രൈമിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രായേല്യർ കണ്ടു. ജനം ഭയപ്പെട്ടു. യഹോവയിലും അവൻ്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു. മോശയെ ചോദ്യം ചെയ്ത ജനം, ദൈവിക അരുളപ്പാടുകൾ പ്രസ്താവിച്ച, ദൈവത്തിൻ്റെ ആലോചന അറിയിച്ച, മുമ്പിൽ നിന്ന് നയിച്ച മോശയ്ക്കെതിരെ പിറുപിറുത്ത ജനം മിസ്രൈമിൽ ദൈവം ചെയ്ത മഹാപ്രവൃത്തി, ഇരമ്പി മറിയുന്ന കടൽ പോലെ പുറകിൽ നിന്ന് രഥവും കുതിരയും സൈന്യമായി വന്ന് പിന്തുടർന്ന് കൊള്ള പങ്കിടാൻ, നിഗ്രഹിക്കാൻ, വന്നിടത്ത് കൊണ്ട് തളച്ചിടാൻ നോക്കിയ ശക്തികളെ ദൈവം തൻ്റെ ജനം കടന്നുപോയ അതേ പാതയിലൂടെ ഇറങ്ങാൻ ശ്രമിച്ച മിസ്രൈമ്യ ശക്തികളെ തകർത്ത് അവരുടെ മേൽ മഹാജയം നൽകിയപ്പോൾ ജനത്തിന് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല, ആരാധിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല, പാട്ട് പാടാതിരിക്കാൻ കഴിഞ്ഞില്ല, ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം നീ പ്രതീക്ഷിക്കാത്ത ഇടത്തെ വഴി തുറക്കുന്ന ദൈവം. മാറേണ്ടത് നിന്റെ മുമ്പിൽ മാറും. പ്രൈസ് ദി ലോർഡ്. വാക്കു പറഞ്ഞവനല്ലേ മുമ്പോട്ട് പോകാൻ. നീ സ്റ്റെപ്പ് എടുക്കൂ, സംശയിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ജനം ദൈവത്തിലും മോശയിലും വിശ്വസിച്ചു. അരുളപ്പാട് അറിയിച്ചവനെപ്പോലും ചോദ്യം ചെയ്ത കാലഘട്ടത്തിൽ ദൈവം മോശയിലൂടെ വെളിപ്പെടുത്തിയ അരുളപ്പാടുകൾ സ്ഥാപിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നിയപ്പോൾ ജനം അത് അംഗീകരിക്കുക. കഴിഞ്ഞ മിനിറ്റ് വരെ നിന്നെ അംഗീകരിക്കാത്ത, നിന്റെ വാക്കിന് വില കൽപ്പിക്കാത്ത, നിന്നെ പരിഹസിച്ച, നീ അധികപ്പറ്റെന്ന് പറഞ്ഞ, നീ മുഖാന്തരം പരാജയമുണ്ടാകുമെന്ന് പറഞ്ഞ ചിലർ നിങ്ങൾ
പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളിലൂടൊരു വിടുതൽ വരുമ്പോൾ, നിങ്ങളെ ദൈവം ഉപയോഗിക്കുമ്പോൾ, ദൈവത്തിൻ്റെ മഹത്വമുള്ള ഭുജം നിങ്ങളുടെ മേൽ വരുമ്പോൾ, അവരുടെ വിശ്വസിക്കത്തക്ക രീതിയിൽ, അംഗീകരിക്കത്തക്ക രീതിയിൽ ദൈവം ചില പ്രവർത്തികൾ ചെയ്യാൻ പോകുന്നു. വിശ്വസിച്ച് എത്ര പേർ ദൈവത്തിന് സ്തോത്രം ചെയ്യും? പ്രിയരെ, നിങ്ങളുടെ കൂടെ ദൈവമുണ്ടെന്ന് ദൈവത്തിന് തെളിയിക്കണം. ദൈവം അത് ചെയ്യാൻ പോകുക. കഴിഞ്ഞ മിനിറ്റ് ഒരു ചോദ്യം ചെയ്ത കൂരമ്പുകൾ പോലുള്ള വാക്കുകൾ നിന്റെ പേരെ ഉപയോഗിച്ചെങ്കിൽ അതേ വ്യക്തികൾ തന്നെ നിന്നിലൂടെ ദൈവം ചെയ്യുന്ന വിടുതലുകളും ദൈവം നിന്നിലൂടെ വരുത്തുന്ന രക്ഷയും നിന്നെ ദൈവം ഉപയോഗിക്കുന്ന തലങ്ങളും കണ്ട അവർ അമ്പരക്കാൻ പോയി. യേശുവിൻ്റെ നാമത്തിൽ സർവശക്തിയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠയാലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യഹോവയ്ക്ക് പാട്ടുപാടാൻ ജയം നൽകിയവന്, കുതിരകളെയും അതിൻ്റെ മുകളിൽ കയറിയിരുന്നവനെയും തകർത്തു കളഞ്ഞ ദൈവത്തെ സ്തുതിക്കാൻ, ആഴിയിൽ പാതയൊരുക്കിയ ദൈവത്തിന് മഹത്വം കരേറ്റാൻ, അതുവരെ അവിശ്വസിച്ച സംശയിച്ച ജനത്തെ ദൈവം ഉപയോഗിച്ചെങ്കിൽ, കർത്താവേ, ചില പരിഹാസങ്ങളുടെ നടുവിൽ നട്ടം തിരിയുന്ന ജനത്തെ ദൈവം മാന്യതയോടെ നടത്താൻ പോകുന്നതിന് സ്തോത്രം. ഇന്ന് പകൽ വിടുതലുകൾ സംഭവിക്കട്ടെ, ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അവിടെ അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തന്നെ ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകും. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. നിങ്ങൾ ദൈവത്തിന് സ്തുതി കരേറ്റു, പാട്ടുപാടൂ. അവിടുന്ന് വീണ്ടും അത്ഭുതം ചെയ്യും. ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.